അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് കുറച്ച് പേർക്ക് കമൻറ്റിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്കിൻ കെയർ റൊട്ടീനും പിന്നെ 2 ദുആകളുമാണ്. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ട് എത്ര മക്കളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ്. ആൻസർ 6 ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്? ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യില്ലെങ്കിൽ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോ ഞാൻ എന്നും അപ്ലോഡാക്കുന്ന വീഡിയോയെക്കാട്ടി കുറച്ച് ലെങ്ത് കൂടുതലുള്ള വീഡിയോ ആണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ സാധാരണയായിട്ട് 6 മണിക്കാണ് എണീക്കാറുള്ളത്. എന്നിട്ട് ഞാൻ എന്നത്തെയും പോലെ ഫ്രഷായിട്ട് ബെഡൊക്കെ നീറ്റാക്കി വെച്ചിട്ട് പത്രം എടുക്കാൻ വരും. പിന്നെ എൻ്റെ ദുആ ബുക്കിൽ ഞാൻ പുതിയതായിട്ട് ഓരോ ദുആകളൊക്കെ എഴുതുന്നത് ഈ സമയങ്ങളിലാണ്. ഇന്ന് ഞാൻ പുതിയതായിട്ടൊരു ദുആ എഴുതുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 ദുആകളാണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നത് പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണ്. അല്ലാഹുമ്മ അഗ്ഫിർലി വാലിദയ്യ വർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ ബാരിക് ഫീ ഉംരിഹിമാ വസിഹ്ഹതിഹിമാ വറിസ്കിഹിമാ വഅസ്ലിഹ് ശഅനഹുമാ കുല്ലഹു വലാ തകിൽഹുമാ ഇലാ അൻഫുസിഹിമാ ത്വർഫത ഐനിൻ. അല്ലാഹുമ്മ അർസുഖ്ഹുമാ റാഹത്തൽ ബാലി വനൂറൽ ഖൽബി വസആദത്തദ് ദാറൈനി. അല്ലാഹുമ്മ ഹ്ഫദ്ഹുമാ മിൻ കുല്ലി സൂഇൻ വജ്അലിൽ ഖുർആന റബീഹ ഖുലൂബിഹിമാ. അല്ലാഹുമ്മ ഇൻ കാന ഹയ്യൈനി ഫാത്തിൽ ഉംറഹുമാ അലാ ത്വാഅതിക വഇൻ കാന മയ്യിതൈനി ഫനവ്വിർ ഖുബൂറഹുമാ വജ്അൽഹാ റൗളതം മിൻ റിയാദിൽ ജന്നതി. അല്ലാഹുമ്മ ജ്മഅനി ബിഹിമാ ഫീ അഅലൽ ജിനാനി. ആമീൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദുആ ഞാൻ പോസ്റ്റാക്കി ഇടാം. ഇനി ഈ ദുആയുടെ അർത്ഥം പറഞ്ഞു തരാം. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അവർ എന്നെ ബാല്യത്തിൽ വളർത്തി പോഷിച്ചതുപോലെ അവർക്ക് നീ ദയ കൊടുക്കണമേ. അല്ലാഹുവേ, അവരുടെ ആയുസ്സിലും ആരോഗ്യത്തിലും ഉപജീവനത്തിലും നീ അനുഗ്രഹം നൽകണമേ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി കൊടുക്കുകയും ഒരു നിമിഷത്തിനു പോലും അവരെ അവരുടെ സ്വയം നിയന്ത്രണത്തിന് വിട്ടു കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, അവർക്ക് മനസ്സമാധാനവും ഹൃദയത്തിലെ വെളിച്ചവും ഈ ലോകത്തും പരലോകത്തും സന്തോഷവും സുഖവും എല്ലാം നൽകണമേ. അവരെ എല്ലാ തിന്മകളിൽ നിന്നും നീ സംരക്ഷിക്കുകയും ഖുർആൻ അവരുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കുകയും ചെയ്യണമേ. അവരിൽ ജീവനോടെ ഉള്ളവർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണമേ. മരിച്ചിട്ടുള്ളവരിൽ അവരുടെ ഖബറുകൾ പ്രകാശവാന്മാരാക്കുകയും സ്വർഗത്തിലെ ഒരു തോട്ടമാക്കി മാറ്റുകയും ചെയ്യണമേ. യാ അല്ലാഹ്, ഉയർന്ന സ്വർഗത്തിൽ എന്നെ അവരോടൊപ്പം ചേർക്കണേ. ആമീൻ. ഇങ്ങനെയാണ് ഈ ദുആയുടെ അർത്ഥം. ഞാൻ ഈ ദുആയും ഇതിൻ്റെ അർത്ഥവും പോസ്റ്റാക്കി ഇടാം. ഞാൻ ഇപ്പോൾ ആ ദുആയുടെ അർത്ഥമൊക്കെ ഇംഗ്ലീഷിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് മലയാളത്തിലാണ് അർത്ഥം വേണ്ടതെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ മലയാളത്തിൽ അർത്ഥം കൂടെ ഇടാം. ദുആ ബുക്കിൽ ഞാൻ ദുആ എഴുതിയപ്പോൾ സൈഡിൽ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വിചാരിച്ച് ഫോട്ടോകൾ ഒട്ടിക്കാമെന്ന്. വൈകിട്ട് ഫോട്ടോകളൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച്. അടുത്ത ദുആ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദുആ ബുക്കിൽ ദുആയൊക്കെ എഴുതിയിട്ട് പിന്നെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന സമയമാണ്. ഇന്നലത്തെ കേക്ക് ഉണ്ടാക്കിയായിരുന്നു, അപ്പോൾ ചായയുടെ കൂടെ കേക്കൊക്കെ കഴിച്ചായിരുന്നു. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ എന്നത്തെയും പോലെ വീടൊക്കെ തൂത്തിടും. തൂത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇത്തായും ഇക്കാക്കായും ഈ സമയത്ത് എന്നും ഹോസ്പിറ്റലിൽ പോകും. ഇത്താക്കും ഇക്കാക്കാക്കും ചോറൊക്കെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ കുക്കിംഗ് എല്ലാം കഴിയും. എൻ്റെ ഉമ്മയാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. എനിക്ക് വീട്ടിൽ തൂക്കാനും പിന്നെ കുറച്ച് പാത്രം കഴുകാനൊക്കെയുള്ളത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം കോഡിങ്ങൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ മൈക്ക് വാങ്ങിയതൊക്കെ കാണിച്ചായിരുന്നല്ലോ. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു എത്ര നാൾ ഞാൻ യൂട്യൂബിൽ കാണുമെന്ന് അറിയത്തില്ല. യൂട്യൂബിൽ ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട് തന്നെ പോകും. അതുകൊണ്ട് ഞാൻ കുറഞ്ഞ മൈക്കാണ് വാങ്ങിയെന്ന് പറഞ്ഞായിരുന്നു.
ആ വീഡിയോയുടെ കമൻറ്റിൽ കുറേ പേരൊക്കെ പറഞ്ഞായിരുന്നു, ഡിലീറ്റ് ആക്കല്ലേ, എന്തിനാണ് നിർത്തുന്നത് യൂട്യൂബ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇപ്പോൾ എനിക്ക് ഫ്രീ ടൈം ഉള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ എപ്പോഴും ഇടുന്നത്. എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റുമോ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ വേറൊരു റീസണും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ കമൻറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ജോലി കിട്ടിയാലും ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാൻ യൂട്യൂബ് നിർത്തണ്ടെന്ന്. നിങ്ങളും എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാൻ കാണും, അതൊക്കെ കഴുകും. ഇനി നിങ്ങൾക്ക് ഞാനെൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ ഫസ്റ്റേക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് പേരൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ റൊട്ടീൻ പറയുമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ വീഡിയോയിൽ സ്കിൻ കെയർ റൊട്ടീൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന്. ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നതെല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പൈസയൊന്നും ആവത്തില്ല എൻ്റെ സ്കിൻ കെയർ റൊട്ടീന്. ഫസ്റ്റത്തെ സ്റ്റെപ്പ്, നമ്മൾ സ്കിന്നെല്ലാം സ്ക്രബ് ചെയ്ത് വെക്കണം. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോയിട്ട് നമ്മുടെ പോഴ്സിലെ അഴുക്കെല്ലാം മാറി ക്ലീൻ ആവും. സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയും പാലുമാണ്. കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് പാലൊഴിക്കണം. അത് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം, ക്രീം പോലെ ആവരുത്. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ സ്ക്രബ് ചെയ്യണം. നല്ലപോലെ അമർത്തിയിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോവത്തുള്ളൂ. നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പാല് തന്നെ വേണമെന്നില്ല. നമുക്ക് തക്കാളിയുടെ ജ്യൂസ് ഒഴിക്കാം, നാരങ്ങ ഒഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ പാല് മാത്രം വെച്ച് സ്ക്രബ് ചെയ്യണമെന്നില്ല. പിന്നെ അരിപ്പൊടി ഇല്ലാതെ നമുക്ക് തക്കാളിയും പഞ്ചസാരയും വെച്ച് സ്ക്രബ് ചെയ്യാൻ പറ്റും. പക്ഷേ പഞ്ചസാര കുറച്ചുകൂടെ റഫാണ്, അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സേഫ് നമ്മുടെ അരിപ്പൊടിയും പാലും, അരിപ്പൊടിയും തക്കാളിയുടെ ജ്യൂസും നാരങ്ങ ജ്യൂസും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയി പോഴ്സിലെ അഴുക്കെല്ലാം മാറി എല്ലാം ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ടാൽ നല്ലപോലെ അത് സ്കിന്നിൽ പിടിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഫേസ് പാക്കൊക്കെ കാണും. ആ ഫേസ് പാക്ക് ഇട്ടാലും മതി. ഞാനിപ്പോൾ എൻ്റെ ഫേസ് പാക്ക് കാണിച്ചു തരാം. ഞാൻ 2 ഫേസ് പാക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ബീട്രൂട്ടും റൈസ് പൗഡർ അല്ലെങ്കിൽ ചോറ് അതൊക്കെ വെച്ചിട്ടാണ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് അതല്ല. ഇന്ന് ഞാൻ കാണിക്കുന്നത് മുൾട്ടാനി മിട്ടി വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ്. എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഫേസ് പാക്ക് മുൾട്ടാനി മിട്ടി വെച്ചിട്ടുള്ളതാണ്. ഞാൻ മുൾട്ടാനി മിട്ടി തീരുമ്പോഴാണ് റൈസ് പൗഡറും ബീട്രൂട്ടൊക്കെ വെച്ചുള്ള ഫേസ് പാക്ക് ഇടുന്നത്. മുൾട്ടാനി മിട്ടിക്ക് അത്ര പൈസയൊന്നും ഇല്ല. നമുക്ക് ഒരു പാക്കറ്റിനകത്ത് 5 കവറായിട്ട് കിട്ടും. 60 രൂപയേ ഉള്ളൂ ഇതിന്. മുൾട്ടാനി മിട്ടിയുടെ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് വേണോ ആഡ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് ചേരുന്നതായിട്ടുള്ള എന്ത് വേണോ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് മുൾട്ടാനി മിട്ടിയും പാലും പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ വെച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ മുൾട്ടാനി മിട്ടി തൈരും തക്കാളി ജ്യൂസും നാരങ്ങ ജ്യൂസും അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും ഫേസ് പാക്ക്. ചിലർക്ക് മഞ്ഞളൊന്നും ചേരത്തില്ലായിരിക്കും ഫേസിന്. അപ്പോൾ അവർക്ക് മഞ്ഞൾ യൂസ് ചെയ്യാതെ ഫേസ് പാക്ക് ഉണ്ടാക്കാം. പിന്നെ ചിലരുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മനസ്സിലെപ്പോഴും വെക്കേണ്ട കാര്യം, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു സെൽഫ് ഹൈജീൻ്റെ ഭാഗമായിട്ടാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആളാണെങ്കിൽ അവരുടെ 2-3 ഷെയ്ഡൊക്കെ കുറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ അവരുടെ സ്കിൻ ഇരിക്കുന്നത്, സൺ ടാനൊക്കെ അടിച്ച്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ സ്കിൻ ടോണ് വരും. പിന്നെ നമ്മുടെ സ്കിന്നിലെ അഴുക്കെല്ലാം പോകും. നമ്മുടെ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വന്നിട്ട് ഒരു ബമ്പ് പോലെ മൂക്കിൻ്റെ ചുറ്റുമൊക്കെ ഇരിക്കും സ്കിൻ കെയർ ചെയ്യാതെ. അതൊക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്താവും. ഇനി ലിപ്പിലിടാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. ലിപ്പിൽ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വാസലിനും പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ എടുത്തിട്ട് മിക്സാക്കി നമ്മുടെ ലിപ്പിൽ സ്ക്രബ് ചെയ്യണം. എന്നിട്ടൊരു 2-3 മിനിറ്റ് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ലിപ്പിലെ ഡെഡ് സ്കിന്നെല്ലാം പോയി ലിപ്പും സ്മൂത്തായിട്ട് ഇരിക്കും. ഡെഡ് സ്കിന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ലിപ്പ് കുറച്ച് ഡാർക്ക് ആവാനുള്ള മെയിൻ കാരണം.
സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മോയ്സ്ചറൈസർ ഇടും. നമ്മൾ സ്കിൻ കെയറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ ഉള്ള ഓയിൽ കണ്ടൻസ് എല്ലാം പോകും. അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഇടുന്നത് നല്ലതാണ്. പിന്നെ ലിപ്പ് കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിപ്പും എപ്പോഴും മോയ്സ്ചറൈസ് ആക്കി വെക്കണം. ലിപ്പ് കെയർ ചെയ്യുമ്പോൾ മാത്രമല്ല എപ്പോഴും നമ്മുടെ ലിപ്പ് മോയ്സ്ചറൈസ് ആക്കി വെക്കണം. അതിന് എപ്പോഴും നല്ലൊരു ബാം നമ്മൾ അപ്ലൈ ചെയ്യണം. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാൻ സമയമായി. അങ്ങനെ ചോറ് കഴിക്കാൻ എടുത്ത് ഇന്ന് ചോറിന് മുട്ട പൊരിച്ചതും മീൻകറി ചമ്മന്തി ആയിരുന്നു കറി. പിന്നെ ചോറൊക്കെ കഴിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദുആ ബുക്കിൽ നമ്മൾ ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടില്ലായിരുന്നു, അവിടെ ഫോട്ടോ ഒട്ടിക്കാമെന്ന് വിചാരിച്ച്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത ദുആ പറഞ്ഞു തരാം. ഈ ദുആ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. اللهم احفظ زوجي وبارك في عمره وصحته ورزقه اللهم افتح له أبواب الخير وارزقه سعادة لا تنقطع اللهم اجعله قرة عين لي واجعلني قرة عين له اللهم أصلح قلبه ونور طريقه ووفقه لكل عمل تحبه وترضاه اللهم بعد عنه كل سوء واحفظه من بين يديه ومن خلفه وعن يمينه وعن شماله اللهم اجعل بيننا مودة ورحمة واجمعنا في جنات النعيم آمين. ഈ ദുആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പോസ്റ്റാക്കി ഇടാം. ഈ ദുആയുടെ അർത്ഥം പറഞ്ഞു തരാം. ഇനി അല്ലാഹുവേ, എൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കണമേ. അവൻ്റെ ആയുസ്സിലും ആരോഗ്യത്തിലും ഉപജീവനത്തിലും നീ അനുഗ്രഹം നൽകണമേ. അല്ലാഹുവേ, അവന് നല്ലതിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷം നൽകുകയും ചെയ്യണമേ. അവൻ എൻ്റെ കണ്ണുകളുടെ തണുപ്പും ഞാൻ അവൻ്റെ കണ്ണുകളുടെ തണുപ്പുമായിരിക്കണമേ. അവൻ്റെ ഹൃദയം ശരിയാക്കുകയും വഴികൾ പ്രകാശമാക്കുകയും നീ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലേക്കും അവനെ നയിക്കുകയും ചെയ്യണമേ. അവനെ എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുകയും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലത്തും ഇടത്തു നിന്നും അവനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. നമ്മുടെ ഇടയിൽ സ്നേഹവും കരുണയും സ്ഥാപിച്ച് നന്മയുടെ സ്വർഗത്തിൽ നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കണമേ. ആമീൻ. ഇങ്ങനെയാണ് ഈ ദുആയുടെ അർത്ഥം. ഇന്നത്തെ വീഡിയോയിൽ 2 ദുആകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പേരൻസിന് വേണ്ടിയിട്ടും ഒന്ന് ഹസ്ബൻഡിന് വേണ്ടിയിട്ടുമുള്ള ദുആയാണ്. ഈ ദുആകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള ദുആകൾ വെച്ച് അറബിക് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ദുആകളാണ്. നിങ്ങൾക്ക് ഈ ദുആകളുടെ അർത്ഥം മലയാളത്തിലാണ് വേണ്ടതെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും കൂടെ മലയാളത്തിൽ തന്നെ അർത്ഥം ഇടാം. ഞാൻ സാധാരണയായിട്ട് ഇടുന്നത് ഇംഗ്ലീഷിലാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ 5 ദുആകളാണ് പോസ്റ്റാക്കി ഇട്ടിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ പോസ്റ്റിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ ആ ദുആകളെല്ലാം കാണാൻ പറ്റും. നിങ്ങളെൻ്റെ ദുആ ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പോസ്റ്റാക്കി ഇടുന്നത്. നിങ്ങളിൽ ദുആ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നോക്കി ദുആ ബുക്കിൽ എഴുതിയെടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുന്ന എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ പോസ്റ്റ് സെക്ഷനിൽ കയറിയിട്ട് ആ ദുആകളെല്ലാം വായിച്ചാൽ മതി. ഒരു 2 ആഴ്ചയൊക്കെ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റും. ഞാൻ കാരണം നിങ്ങൾ ദുആയൊക്കെ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം തരും. വൈകിട്ട് നല്ല മഴയായിരുന്നു പുറത്ത്. പിന്നെ വാപ്പ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും മുട്ടായി വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. എൻ്റെ വാപ്പ എപ്പോഴും പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ മുട്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ കട്ട്ലറ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പം ചായയും കട്ട്ലറ്റും ഒക്കെ കുടിച്ച്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലുള്ള വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് ലെങ്ത് കൂടിപ്പോയി. പിന്നെ എനിക്ക് കമൻറ്റിലൊക്കെ വരുമായിരുന്നു ലെങ്ത് കൂട്ടി വീഡിയോ ഇടുമെന്നൊക്കെ ആദ്യം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്രയും ലെങ്ത് കിടക്കട്ടെ എന്ന്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ഡിന്നർ കഴിച്ച് ഇന്ന് ഇഡലിയും സാമ്പാറും ആയിരുന്നു ഡിന്നറിന്. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും 10 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്ക് നമ്മൾ കിടക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് 2 ദുആകളും പിന്നെ സ്കിൻ കെയർ റൊട്ടീനുമാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഈ സമയങ്ങളിൽ എൻ്റെ ഒരു ദിവസം.
താങ്ക് യു ഫോർ വാച്ചിങ്.